അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മുൻ പ്രസിഡന്റുമാരുടെ കാലയളവിൽ തുടങ്ങിയിട്ടുള്ള പല യുദ്ധങ്ങളും അത് വർഷങ്ങളോളം നീണ്ടുനിന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ അമേരിക്ക 32 ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷ്യത്തിലെത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നെല്ലാമാണ് ട്രംപ് നിലവിൽ എടുത്തു പറയുന്നത്. അതിൽ അദ്ദേഹം നിരവധി പോയിന്റ്സ് എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്ന് തന്നെ ട്രംപ് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇറാനുള്ളിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ സാധിച്ചു എന്നത് കേവലം നേതൃനിരയുടെ ഒരു മാറ്റമാണ്, അല്ലാതെ അവിടുത്തെ ഒരു സിസ്റ്റം അത് മാറ്റാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കൾ മാറി മറ്റ് ചില നേതാക്കൾ അവിടെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അതും ആയത്തുള്ള അലി ഖമനയേക്കാൾ കുറച്ചുകൂടി ഒരു ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന, കുറച്ചുകൂടി യാഥാസ്ഥിതികമായി ചിന്തിക്കുന്ന മുജിതബ ഖമനേയി അധികാരത്തിലേറി. അതുപോലെ തന്നെ മറ്റ് പല നേതാക്കൾ, അലി ലാരിജാനിയെ കൊല്ലപ്പെട്ടെങ്കിൽ മറ്റ് നേതാക്കൾ അദ്ദേഹത്തിന് പകരമായി എത്തി. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഒരു ഭരണത്തെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഒരു ഇറാൻ പാർലമെന്റ് കമ്മിറ്റി, ഏതാണ്ട് 88ഓളം അംഗങ്ങളുള്ള ആ പാർലമെന്റ് കമ്മിറ്റി, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു നേതൃനിരയെ ഒന്നും മാറ്റാൻ ട്രംപിന് സാധിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. ഇപ്പോഴും IRGC തന്നെയാണ് ഇറാന്റെ ഒരു മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ അത് പുറത്തിറക്കുന്നത്. അപ്പോൾ അത്തരത്തിലെല്ലാം നോക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണോ 1979 ശേഷം എങ്ങനെയാണോ ഇസ്ലാമിക് റവല്യൂഷൻ വഴി ഒരു ഇസ്ലാമിക് റെജീം അവിടെ ഭരണത്തിൽ കയറിയത്, അത് തന്നെ ഇപ്പോഴും തുടരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. നേതാക്കളെ മാറ്റുന്നത് കൊണ്ട് ഒരിക്കലും ഒരു അധികാര ശൃംഖലയെ അത് പൂർണ്ണമായി തകർക്കാൻ സാധിക്കില്ല. ഇറാൻ നേരത്തെ തന്നെ പ്രിപ്പേർഡായി അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ അവർ തങ്ങളുടെ നേതൃത്വത്തെ സംരക്ഷിക്കാൻ സ്വീകരിച്ചിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഇറാൻ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇന്നലെ തന്നെ പല അഭ്യൂഹങ്ങളും വന്നിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി. എന്നാൽ ഇറാൻ തന്നെ അത് എല്ലാം നിഷേധിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അമേരിക്കയുടെ വാദങ്ങളടക്കം. ഓക്കെ, എന്തായാലും ട്രംപ് പറയുന്നത് ഈ അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ജയിച്ചു, പക്ഷേ 2-3 ആഴ്ച കൂടി ഈ യുദ്ധം തുടരും എന്നുള്ള കാര്യമാണ് ട്രംപ് ഇന്ന് പറഞ്ഞു വെച്ചത്.